ഹരിയാന സംസ്ഥാനത്തെ പോലീസ് സേനയെ പിടിച്ചു കുലുക്കിയ ഇരട്ട ആത്മഹത്യാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഹരിയാന പോലീസ് നിർണായകമായ നടപടികളിലേക്ക് കടന്നു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് ലാത്തറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻ IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയും ഒരു IAS ഉദ്യോഗസ്ഥയുമായ അംനീത് പി കുമാറിനെയും അവരുടെ സഹോദരനും പഞ്ചാബിൽ നിന്നുള്ള MLA അമിത് റഠനെയും പ്രതിപട്ടികയിൽ ചേർത്തു. ഹരിയാന പോലീസിലെ ഉന്നത തലത്തിലുള്ള അഴിമതി, പീഡനം, ജാതി വിവേചനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ആത്മഹത്യകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിരമിച്ച IPS ഉദ്യോഗസ്ഥനായ ADG Y പുരൻ കുമാറിനെതിരായ അഴിമതി കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ASI സന്ദീപ് ലാത്തർ. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സന്ദീപ് കടുത്ത പീഡനത്തിന് ഇരയായെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലും സന്ദീപിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സന്ദീപിന്റെ കുടുംബം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയതിനാൽ FIR രജിസ്റ്റർ ചെയ്ത വിവരം സർക്കാർ അവരെ ഔദ്യോഗികമായി അറിയിച്ച ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകിയത്. ജിന്ദ് ജില്ലയിലെ ജുലാനയിൽ ഒക്ടോബർ 16 ഉച്ചയ്ക്ക് സർക്കാരിന്റെ ബഹുമതികളോടെ സന്ദീപിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ജാട്ട് സമുദായത്തിന്റെ ശക്തമായ പിന്തുണയോടെ കുടുംബം നടത്തിയ പ്രതിഷേധത്തിന് ശേഷമായിരുന്നു ഈ നടപടികൾ. ഒക്ടോബർ 14 സന്ദീപ് ലാത്തർ രോഹത്കിനടുത്തുള്ള ലഥോട്ട് ഗ്രാമത്തിൽ വെച്ച് സ്വന്തം സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തത്. മരണത്തിന് മുൻപ് 6 മിനിറ്റ് 26 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സന്ദേശവും 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ഈ കുറിപ്പുകളിലാണ് പുരൻ കുമാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും താൻ നേരിട്ട പീഡനങ്ങളും സന്ദീപ് വെളിപ്പെടുത്തിയത്. കൊലപാതക കേസുകളിൽ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കാൻ പുരൻകുമാർ കോഴ വാങ്ങിയെന്നും ഈ അഴിമതിയിൽ അഗ്നീതിന്റെ കുടുംബത്തിനും പങ്കാളിത്തമുണ്ടെന്നും സന്ദീപ് ആരോപിക്കുന്നു. കൂടാതെ കോഴ വാങ്ങൽ, ഭീഷണിപ്പെടുത്തൽ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക അതിക്രമം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള സൂചനകളും സന്ദീപിന്റെ കുറിപ്പുകളിലുണ്ട്. അതേസമയം സന്ദീപിന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് ഒക്ടോബർ 7 2001 ബാച്ച് IPS ഓഫീസറായിരുന്ന അഡീഷണൽ DG Y പുരൻകുമാർ ചണ്ഡീഗഡിലെ സെക്ടർ 11 വസതിയുടെ ബേസ്മെന്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അദ്ദേഹം 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും വിൽപത്രവും എഴുതി വെച്ചാണ് ജീവൻ ഒടുക്കിയത്. പുരൻകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. DGP ശ്രുജിത് കപൂർ, രോഹതക് SP നരേന്ദ്ര ബിഖാർജിനിയ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ തന്റെ ദലിത് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി വിവേചനപരവും പീഡനപരവുമായ സമീപനം സ്വീകരിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഉന്നത പോലീസ് നേതൃത്വത്തിനെതിരെയുള്ള ജാതി വിവേചന ആരോപണം ഹരിയാന പോലീസിനെ പ്രതിരോധത്തിലാക്കി. സന്ദീപിന്റെ മരണശേഷം ജാട്ട് സമുദായത്തിന്റെ പിന്തുണയോടെ അദ്ദേഹത്തിന്റെ കുടുംബം ജിദ്ദയിലെ ജുലാനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീതി ലഭിക്കാതെ പോസ്റ്റ്മോർട്ടത്തിനും സംസ്കാരത്തിനും മൃതദേഹം വിട്ടുകൊടുക്കാൻ അവർ വിസമ്മതിച്ചു. ഒടുവിൽ ഒക്ടോബർ 15 ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി നേരിട്ടെത്തി കുടുംബത്തെ സന്ദർശിച്ചു. സന്ദീപിന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് സർക്കാർ ജോലി നൽകുമെന്നും സംസ്കാര ചടങ്ങുകൾക്ക് സർക്കാർ ബഹുമതി നൽകുമെന്നും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഒക്ടോബർ 16 രാവിലെ രോഹത്തക് PGIMS പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. പുരൻകുമാറിന്റെ ഭാര്യയും IAS ഉദ്യോഗസ്ഥയുമായ അംനീത് ഒക്ടോബർ 8 ജപ്പാനിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ ഭർത്താവിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന ഒരു പരാതി പോലീസിൽ നൽകിയിരുന്നു. അവൻ പുരൻകുമാറിന്റെ ലാപ്ടോപ്പ് പോലീസിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ലാപ്ടോപ്പിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. പുരൻകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണ വിധേയനായ DGP ശ്രുജിത് കപൂർ ഒക്ടോബർ 14 അവധിയിൽ പ്രവേശിച്ചു. SP നരേന്ദ്ര ബിജാർനിയെ ഒക്ടോബർ 10 സ്ഥലം മാറ്റുകയും ചെയ്തു. ഈ ഇരട്ട ആത്മഹത്യകൾ ഹരിയാനയിൽ രാഷ്ട്രീയപരമായും ഭരണപരമായും വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഴിമതി, ഗുണ്ടാസംഘ ബന്ധം, കോഴ ഇടപാടുകൾ, ജാതി വിവേചനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഹരിയാന പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്നു. സന്ദീപ് ലാത്തറിന്റെ വീഡിയോയിൽ DGP കപൂറിനെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായി പുകഴ്ത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പുരൻകുമാറിന്റെ ഒരു ഗൺമാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഫോൺ വിശദാംശങ്ങൾ കണ്ടെത്തിയിരുന്നതായും സൂചനയുണ്ട്. ഈ വിവരങ്ങൾ പുരൻകുമാറിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ സന്ദീപിന്റെ വീഡിയോയുടെ ആധികാരികത, ഇരു സംഭവ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച തെളിവുകൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും IAS MLA ബന്ധങ്ങൾക്കെതിരെയും ഉയർന്ന ഈ ആരോപണങ്ങൾ ഹരിയാനയിലെ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ.